പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ന് NXT നടത്തിയ ബാറ്റിൽ ഗ്രൗണ്ട് 2024 എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഷോർട്ട് റിവ്യൂ ആണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് റിക്കോഷെ WWE വിടാൻ പോകുന്നു എന്നുള്ള വാർത്തയെ സംബന്ധിച്ചും അവസാനത്തേത് ബ്ലഡ് ലൈനിലേക്ക് പുതിയ മെമ്പർ വരുന്നതിൻ്റെ റൂമേഴ്സ് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ആരാണ് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് NXTയുടെ ബാറ്റിൽ ഗ്രൗണ്ട് 2024 എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഷോർട്ട് റിവ്യൂ ആണ്. UFCയുടെ എപ്പെക്സ് എന്ന് പറയുന്ന എറീനയിൽ വെച്ചിട്ടാണ് ഈ ബാറ്റിൽ ഗ്രൗണ്ട് പ്രീമിയം ലൈവ് ഇവൻറ്റ് നടത്തിയത്. 700-ൽ താഴെ കാണികളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ചെറിയൊരു സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള എറീനയാണ് ഈ UFCയുടെ എപ്പെക്സ് എന്ന് പറയുന്നത്. അതിൽ ബാറ്റിൽ ഗ്രൗണ്ട് നടത്തിയപ്പോൾ നമ്മൾ കൂടുതൽ കാണികളൊന്നും ഉണ്ടാകില്ല എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ഈ ബാറ്റിൽ ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മാച്ച് ക്വാളിറ്റി മാത്രമാണ് ശ്രദ്ധിച്ചത്. മാച്ച് ക്വാളിറ്റി അതിഗംഭീരമായിരുന്നു. അപ്പോൾ ആദ്യമായി നടന്ന ഈ ഒരു ബാറ്റിൽ ഗ്രൗണ്ടിലെ മത്സരം അത് പുതിയ NXTയുടെ വുമൻസിൻ്റെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനെ കണ്ടുപിടിക്കുന്ന ഒരു 6 വുമൺ ലാഡർ മത്സരമായിരുന്നു. ലാഡർ മത്സരത്തിൽ വിജയിച്ചത് കെലനെ ജോർദൻ എന്ന് പറയുന്ന യുവ താരമാണ്. അപ്പോൾ NXTയുടെ ചരിത്രത്തിൽ ഒരു മിഡ് കാർഡ് ലെവലിൽ വുമൻസ് ഡിവിഷന് വേണ്ടിയിട്ടുള്ള ആദ്യമായിട്ടുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണ് നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പായി ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി തുടർന്നുള്ള വീക്കിലി എപ്പിസോഡിലും ഇതിൻ്റെ ഒരു ടൈറ്റിൽ സ്റ്റോറി ലൈൻ കാണാൻ സാധിച്ചേക്കാം. രണ്ടാമത്തെ മത്സരത്തിൽ ദി ഗുഡ് ബ്രദേഴ്സ് എന്ന് അറിയപ്പെടുന്ന ലുക്ക് ഗാലോസ്, കാർൽ ആൻഡേഴ്സൺ തുടങ്ങിയവരുടെ ടീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് നെതൻ ഫ്രേസർ, ആക്സിയം തുടങ്ങിയവരുടെ ടീം NXTയുടെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു കിടിലനായിട്ടുള്ള ഒരു ടാഗ് ടീം മത്സരം തന്നെയായിരുന്നു. ഈ മത്സരം നിങ്ങൾ ഒട്ടും മിസ്സാക്കാതെ കാണണമെന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പിന്നീട് നടന്ന മത്സരം ഒരു NXT അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്ന ടാഗ് ലൈനിൽ നടന്ന മത്സരമാണ്. ഷെയ്ന ബേസ്ലർ വേഴ്സസ് ലോല വൈസ് തമ്മിലുള്ള മത്സരത്തിൽ നോക്കൗട്ടിലൂടെയോ സബ്മിഷനിലൂടെയോ മാത്രമാണ് എതിരാളിയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഒരു UFC ടൈപ്പ്, ഒരു MMA ടൈപ്പ് റെസ്ലിംഗ് മത്സരമായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. ഷെയ്ന ബേസ്ലറിനെ പരാജയപ്പെടുത്തുന്ന ലോല വൈസിൻ്റെ ഒരു മത്സരമാണ് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിച്ചത്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമല്ല, കൂടുതലും പഞ്ചുകൾ മാത്രമാണ് കാണാൻ സാധിച്ചത്. ഒരു MMA മത്സരം കണ്ടിരിക്കുന്ന പോലെ കണ്ടിരിക്കാം എന്നുള്ളതിൽ ഉപരി മറ്റൊന്നും നമുക്ക് ഈ ഒരു മത്സരത്തിൽ നിന്ന് കാണാൻ സാധിച്ചില്ല. പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് തന്നെയാണ് മത്സരം നമ്മളെ കൊണ്ടുചെന്ന് എത്തിച്ചതും. നാലാമത്തെ മത്സരം NXTയുടെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യനായ ഒബാ ഫെമി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരുന്നു. വെസ്ലി, ജോ ഗോഫി തുടങ്ങിയവർക്കെതിരെയാണ് ഒബാ ഫെമി ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഈ ഒരു NXTയുടെ ബാറ്റിൽ ഗ്രൗണ്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരവും ഏറ്റവും മികച്ച മത്സരവും ഈ ഒരു ട്രിപ്പിൾ ത്രെറ്റ് മത്സരമായിരുന്നു. കാരണം കിടിലൻ മൂവ്സും കിടിലൻ മൊമെൻറ്റ്സും നമുക്ക് ഈ ഒരു മത്സരത്തിൽ കാണാൻ സാധിച്ചു. വെസ്ലി, ഒബാ ഫെമി തുടങ്ങിയവരുടെ കെമിസ്ട്രി അതിഗംഭീരമായിരുന്നു. മത്സരത്തിൽ ഗാലസ് എന്ന് പറയുന്ന ഫാക്ഷൻ്റെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു. അതും ഒബാ ഫെമിയുടെ ഒരു വിജയത്തിന് വലിയ തടസ്സമായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. ഒബാ ഫെമി എന്ന് പറയുന്ന റെസ്ലർക്ക് ഒരു മോൺസ്റ്റർ ലെവൽ പുഷാണ് NXTയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോസ്റ്ററിലേക്ക് ഈ ഒരു താരം എത്തുമ്പോൾ ബ്രോൺ സ്ട്രോമനും ബിഗ് ഷോയും ഒക്കെ ക്രിയേറ്റ് ചെയ്തതിനേക്കാൾ വലിയൊരു ഓളം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീതി നിലവിൽ NXTയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. NXTയുടെ നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പ് ഒബാ ഫെമിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര് ഇനി സ്വന്തമാക്കും എന്നുള്ളൊരു വലിയൊരു ചോദ്യവും ഇന്നത്തെ ബാറ്റിൽ ഗ്രൗണ്ടിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ചാമത്തെ മത്സരം നമ്മൾ എല്ലാവരും ആവേശത്തോടു കൂടി കാത്തിരുന്ന TNAയുടെ നോക്കൗട്ട്സ് ചാമ്പ്യനായ ജോർദൻ ഗ്രേസ് വേഴ്സസ് NXTയുടെ വുമൻസ് ചാമ്പ്യനായ റോക്സിനി പെരസ് തമ്മിലുള്ള NXT വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. TNAയിൽ നിന്ന് വരുന്ന നോക്കൗട്ട്സ് ചാമ്പ്യനെ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൽ പ്രസൻറ്റ് ചെയ്യിപ്പിക്കുന്നത്? NXTയുടെ വുമൻസ് ചാമ്പ്യനായിക്കൊണ്ട് ജോർദൻ ഗ്രേസ് മത്സരത്തിൽ വിജയിക്കുമോ? അങ്ങനെ ഒട്ടനവധി സംശയമായിരുന്നു മത്സര റിസൾട്ടിനെ സംബന്ധിച്ച് ഉണ്ടായിരുന്നത്. മാച്ച് ക്വാളിറ്റി അതിഗംഭീരമായിരുന്നു. മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചത് ടെറ്റൻ ഫെക്സ്ലി എന്ന് പറയുന്ന ഒരു റെസ്ലറുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിരുന്നു. TNAയുടെ നോക്കൗട്ട്സ് ടൈറ്റിലും എടുത്തിട്ട് താരം ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്ന ആ ഒരു സമയത്ത് മുൻപ് WWE ഡാന ബ്രൂക്ക് എന്ന് അറിയപ്പെട്ടിരുന്ന താരം ഇപ്പോൾ TNAയിൽ ആഷ് ബൈ എലഗൻസ് എന്ന് അറിയപ്പെടുന്ന താരത്തിൻ്റെ ഒരു കടന്നുവരവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ പാക്സ്ലി എന്ന് പറയുന്ന റെസ്ലറിനെ ഈ ഡാന ബ്രൂക്ക് തടഞ്ഞു നിർത്തുന്നുണ്ട്. അവിടേക്ക് വന്ന ജോർദൻ ഗ്രേസ് ഈ 2 പേരെയും ടൈറ്റിൽ കൊണ്ട് ആക്രമിച്ച് പിന്നീട് റിംഗിലേക്ക് കയറുന്നു. എന്നാൽ ജോർദൻ ഗ്രേസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോക്സിനി പെരസ് മത്സരം അവസാനിപ്പിക്കുന്നതും ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. റോക്സിനി പെരസിൻ്റെ ഒരു ഹീൽ ക്യാരക്ടർ മികച്ച രീതിയിൽ താരം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയും തുടർന്നുള്ള ആഴ്ചകളിൽ TNAയിൽ നിന്ന് WWEയിലേക്കും WWEയിൽ നിന്ന് TNAയിലേക്കുമുള്ള ക്രോസ് ഓവേഴ്സ് കാണാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. NXTയുടെ ബാറ്റിൽ ഗ്രൗണ്ടിൻ്റെ മെയിൻ ഇവൻറ്റിൽ NXT ചാമ്പ്യനായ ട്രിക് വില്യംസ് ഏതൻ പേജ് എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഏതൻ പേജിൻ്റെ WWE
കോൺട്രാക്റ്റ് പ്രകാരമുള്ള ആദ്യ മത്സരമായിരുന്നു ഈ ഒരു NXT ചാമ്പ്യൻഷിപ്പായിട്ട് ലഭിച്ചത്. ട്രിക് വില്യംസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മത്സരമാണ് എടുത്തു പറയത്തക്ക വിധത്തിലുള്ള ഗംഭീര മത്സരമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ NXTയിൽ ഏതൻ പേജ് എന്ന് പറയുന്ന റെസ്ലറിന് ഇനി ഒട്ടനവധി കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വർക്കിൽ നിന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ റിക്കോഷെ എന്ന താരം WWE വിടാൻ പോകുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് PW ഇൻസൈഡർ പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ്. ഈ റിപ്പോർട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫൈറ്റ്ഫുൾ സെലക്റ്റും റെസ്ലിംഗ് ഒബ്സർവർ ന്യൂസ് ലെറ്ററും അവരുടേതായ റിപ്പോർട്ട്സും കൂട്ടിച്ചേർക്കുന്നുണ്ട്. PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: റിക്കോഷെയുടെ കോൺട്രാക്റ്റ് ഓഗസ്റ്റ് മാസത്തിൽ അവസാനിക്കാൻ പോകുകയാണ്. താരം കമ്പനിയിൽ തുടരാൻ താല്പര്യമില്ല എന്നുള്ള ഒരു അഭിപ്രായം മാനേജ്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് PW ഇൻസൈഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് മറ്റൊരു കമ്പനിയിലേക്ക് റിക്കോഷെ കൂടുമാറാൻ പോകുകയാണെന്നാണ് ഈ ഒരു വാർത്തയുടെ പിന്നിലെ അർത്ഥം. അപ്പോൾ റിക്കോഷെ ഇത്തരത്തിൽ കൂടുമാറാനുള്ള ഒരു തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട്. താരത്തിന് വേണ്ടതുപോലെ, അതായത് റിക്കോഷെ താല്പര്യപ്പെടുന്ന പോലെയുള്ള ഒരു പുഷ് ലഭിക്കുന്നില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. റിക്കോഷെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ്, നോർത്ത് അമേരിക്കൻ ചാമ്പ്യൻഷിപ്പൊക്കെ ഇതിനോടകം തന്നെ WWE വിജയിച്ചിട്ടുണ്ട്. ഒരു മിഡ് കാർഡ് ലെവലിൽ എപ്പോഴും റിക്കോഷെയ്ക്ക് പ്രാധാന്യം കിട്ടാറുണ്ടെങ്കിലും ഒരു മെയിൻ ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു വേൾഡ് ടൈറ്റിൽ പിക്ചറിലേക്ക് താരത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ WWE ശ്രമിച്ചിട്ടില്ല. റിക്കോഷെയ്ക്ക് അതിനുള്ള ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ പോലും കൂടുതൽ മസിലുള്ള, കൂടുതൽ ഹൈറ്റുള്ള, കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള റെസ്ലേഴ്സിനെയാണ് എപ്പോഴും മെയിൻ ഇവൻറ്റ് തലത്തിൽ WWE പുഷ് ചെയ്യാറുള്ളത്. WWEയുടെ ഒരു സ്ട്രാറ്റജിയും അങ്ങനെയാണ്. അപ്പോൾ റിക്കോഷെയ്ക്ക് അതിൽ ഇനി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇനി കോൺട്രാക്റ്റ് പുതുക്കുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം അറിയിച്ചിട്ടുണ്ടായിരിക്കുക. അതിലുപരി റിക്കോഷെയെ സൈൻ ചെയ്യാൻ AEW, ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് തുടങ്ങിയവർ നിലവിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നും AEWൻ്റെ സൂപ്പർ താരമായ വിൽ ഓസ്പ്രെ റിക്കോഷെയെ ഇപ്പോൾ WWE നല്ലതുപോലെ യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും ട്വീറ്റുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഇട്ടിരുന്നു. അതിന് പിറകെയാണ് റിക്കോഷെ കോൺട്രാക്റ്റ് പുതുക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചിരിക്കുന്നത്. അതിന് പിറകെ നമുക്ക് വിഷമകരമായ മറ്റൊരു അപ്ഡേറ്റ്, റിക്കോഷെയുടെ ഭാര്യ സാമന്ത, റിംഗ് അനൗൺസർ, ആ വ്യക്തിയും ചിലപ്പോൾ WWE വിട്ടേക്കാം എന്നുള്ളൊരു അപ്ഡേറ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് തൻ്റെ ഭർത്താവ് കമ്പനിയിൽ ഇല്ലെങ്കിൽ, ഭർത്താവ് മറ്റൊരു കമ്പനിയിലേക്ക് കൂടുമാറുകയാണെങ്കിൽ, ആ കമ്പനിയിൽ നിന്ന് നല്ലൊരു ഓഫർ വരികയാണെങ്കിൽ ഭാര്യയായ സാമന്തയും ആ ഒരു കമ്പനിയിലേക്ക് കൂടുമാറുക എന്ന് പറയുന്നത് ലോജിക്കുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാമന്തയും ചിലപ്പോൾ റിക്കോഷെയുടെ പിന്നാലെ കോൺട്രാക്റ്റ് പുതുക്കാതെ കമ്പനി വിട്ടേക്കാൻ സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ റിക്കോഷെ കമ്പനി വിടുന്നതിനെ സംബന്ധിച്ച് AEW അല്ലെങ്കിൽ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് തുടങ്ങിയ ഏതെങ്കിലും ഒരു കമ്പനി ചൂസ് ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. റിക്കോഷെയുടെ ഫുൾ പൊട്ടൻഷ്യൽ ഇതുവരെ WWE കാണിച്ചിട്ടില്ല എന്നുള്ളത് സത്യാസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവസാനത്തെ അപ്ഡേറ്റ്, ബ്ലഡ് ലൈൻ ഗ്രൂപ്പിലേക്ക് പുതിയ മെമ്പർ വരുന്നതിനെ സംബന്ധിച്ച് നിലവിൽ നമുക്ക് ലഭിക്കുന്ന റൂമേഴ്സാണ്. ജാക്കബ് ഫാറ്റുവിൻ്റെ പേരാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ പേരാണ് നമുക്ക് പങ്കുവെക്കാനുള്ളത്. ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ ഇപ്പോഴും കോൺട്രാക്റ്റുള്ള ഹിക്കലയോ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത്. ടാമ ടോങ്ക ലാവ തുടങ്ങിയവരുടെ സഹോദരനാണ് ഹിക്കലയോ. ഹിക്കലയോ ബുള്ളറ്റ് ക്ലബിലെ മുൻ മെമ്പറായിരുന്നു. ടാമ ടോങ്ക ലോവ തുടങ്ങിയവരെ പോലെ ഒരു ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൽ ഒരു വലിയൊരു ഹിസ്റ്ററി ഒന്നും ഹിക്കലയെ സംബന്ധിച്ച് പറയാനില്ല. പക്ഷേ നല്ല ഹൈറ്റും നല്ല പവർഫുള്ളുമായിട്ടുള്ള ഒരു റെസ്ലർ ആക്കിയിട്ട് തന്നെയാണ് ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗ് അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലഡ് ലൈനിലേക്ക് ഹിക്കലയെ എത്തിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ടാമ ടോങ്ക ലോവ തുടങ്ങിയവരെ എത്തിച്ച പോലെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമല്ല. കാരണം വലിയ കോൺട്രാക്റ്റ് ഒന്നും ഹിക്കലയുടെ മുന്നിലേക്ക് വെക്കേണ്ടി വരില്ല. എന്തായാലും ഈ അടുത്ത മാസം നടക്കാൻ പോകുന്ന ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗിൻ്റെ ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റ് അഥവാ പേപ്പർ വ്യൂ കഴിഞ്ഞാൽ ഹിക്കലയെ ന്യൂ ജപ്പാൻ പ്രോ റെസ്ലിംഗുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുമെന്നും പിന്നീട് അദ്ദേഹം WWE കൂടുമാറ്റുക എന്നുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ കൂടുമാറ്റുമ്പോൾ ഹിക്കലയെ മെമ്പറായി കൊണ്ടുവരും എന്നുള്ള ഒരു റൂമറുമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഓൾറെഡി ടാമ ടോങ്കൊക്കെ WWE എത്തുന്നതിന് മുൻപ് തന്നെ ട്രിപ്പിൾ എച്ച് ഹിക്കലയെ സൈൻ ചെയ്യാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അന്ന് നമ്മുടെ വീഡിയോസൊക്കെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് ആ ഒരു അപ്ഡേറ്റ് ഞാൻ എത്തിച്ചതാണ്. അപ്പോൾ അവർക്കറിയാം ഹിക്കലയോ എന്ന് പറയുന്ന റെസ്ലറിനെ ഇപ്പോഴല്ല ട്രിപ്പിൾ എച്ച് നോട്ടം ഇട്ടത് എന്നുള്ളത്. അത് കുറച്ച് മാസങ്ങൾക്ക് മുൻപേ അവർ നോട്ടം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിക്കലയുടെ കോൺട്രാക്റ്റ് അവസാനിക്കുകയാണ്. ഹിക്കലയോ ബ്ലഡിലെ പുതിയൊരു മെമ്പറായിട്ട് വരാൻ പോകുകയാണ് എന്നുള്ളൊരു റൂമറാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.